നമസ്കാരം. അങ്ങനെ കേരള ബീഫ് 2, കേരള ഉള്ളി 2, സോറി, കേരള സ്റ്റോറി 2 തൽക്കാലത്തിനൊന്ന് മൂഞ്ചി. ഇന്ന് ഫെബ്രുവരി 27 ഇന്ന് റിലീസ് ചെയ്യാനിരിക്കുകയായിരുന്നു. വേൾഡ് വൈഡ് പല വിദേശ രാജ്യങ്ങളിലെ മാളുകളിലൊക്കെ ഇതിൻ്റെ പോസ്റ്റർ, ഒരു പെണ്ണ് ഇങ്ങനെ കരണ പോലെ നിൽക്കുന്നത്, കേരള സ്റ്റോറി 2 എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്ററൊക്കെ പതിച്ചിട്ടുണ്ട്. മലയാളികളില്ലാത്ത നാടില്ല ലോകത്ത്. അവിടെയൊക്കെ നമ്മളെ മലയാളികളെ താറടിക്കാൻ വേണ്ടി കേരള സ്റ്റോറി തൽക്കാലം മുഞ്ചിന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ സംഭവം ഇനിയിപ്പോൾ അപ്പീലൊക്കെ കൊടുത്ത് ഇവരതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടല്ല. അപ്പീലൊക്കെ കൊടുത്ത് സുപ്രീം കോടതിയിലൊക്കെ പോയിട്ട് ഇവരിത് പ്രദർശനാനുമതി നേടും. സെൻസർ ബോർഡ് ഇവരുടെ ഒപ്പമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഷൈനികത്തിൻ്റെ ഹാലെന്ന് പറഞ്ഞ സിനിമയിൽ ബീഫ് എന്നൊക്കെ ഒന്ന് പറയണുള്ളൂ. ആ ഭാഗമൊക്കെ കട്ട് ചെയ്യിച്ചിട്ടാണ് പ്രദർശനാനുമതി കൊടുത്തത്. ഹിന്ദു വികാരം വ്രണപ്പെടുന്നു. ഇപ്പോൾ ഹിന്ദുവിൻ്റെ വികാരം എപ്പോഴൊക്കെയാണ് വ്രണപ്പെടുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ദീപിക പതുക്കമാണ് ഈ കാവ്യ കളറിലെ ഷഡ് ഇട്ടപ്പോൾ വികാരം വ്രണപ്പെട്ടു. എന്നാൽ പതഞ്ജലിയിൽ അയാളുടെ പേര് ഞാൻ മറന്നുപോയി. കാവ്യ കളറിലത് കൊണ്ട് അയാളുടെ കൊല കെട്ടിവെച്ചാൽ ഒരു പ്രശ്നമല്ല, ഒരു വികാരവും വ്രണപ്പെടുന്നില്ല. അപ്പോൾ ആളും തരം നോക്കിയുള്ള വ്രണമാണത്. ഇവിടെ കൃത്യമായ ഇടവേളകളിൽ മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് താഴേക്കിടയിലുള്ള ഹിന്ദുക്കളുടെ അറ്റൻഷൻ നിലനിർത്തുക. ഒരു കോക്കാച്ചി, നമ്മൾക്കൊരു ശത്രു, അപ്പം ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഒരു ഒപ്പം ചേർന്ന് നിൽക്കുമല്ല. ഒരു പൊതു ശത്രുവിനെ കാട്ടിക്കൊടുക്കുക. അതിനിപ്പോൾ നാർക്കോട്ടിക് ജിഹാദാ, ലവ് ജിഹാദാ, അല്ലെങ്കിൽ വേടനോ എന്തെങ്കിലുമൊക്കെ ഒരു കേസും കൊണ്ടുവരും. അതിൻ്റെ ഇടയ്ക്ക് വെറുതെ ഇങ്ങനെ വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ശ്രദ്ധ പോകരുത്. എന്നിട്ട് കേരളത്തിൽ ജാതിയില്ല, ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ ഒന്നാണെന്ന് അങ്ങോട്ട് പറഞ്ഞോളെ. ഒന്ന് വിവാഹ പരസ്യത്തിൻ്റെ ആ മാട്രിമോണിയലൊക്കെ ഒന്ന് ആ പേജ് പത്രത്തിൻ്റെ ഒന്ന് എടുത്ത് നോക്കി. ഈഴവ മാട്രിമോണിയൽ, നായർ മാട്രിമോണിയൽ, പിന്നെ ചെറിയ ചെറിയ വ്യക്തിപരമായിട്ടുള്ള പരസ്യങ്ങൾ, വിശ്വകർമ്മരായിക്കോട്ടെ, വാര്യരായിക്കോട്ടെ, അത് ഇത് എത്ര ഹിന്ദുക്കളുടെ വിഭാഗമുണ്ടെന്ന് ഈ പത്രത്തിൽ അങ്ങാണ്ട് അറിയും. പരസ്യം നോക്കിയാൽ അറിയാൻ പറ്റും. ഇവരൊക്കെ തമ്മിൽ പരസ്പരം കല്യാണം കഴിക്കുക ഒന്നുമില്ല. ജാതി മയത്തൊക്കെ ഒളിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് പോയിട്ടില്ല. എനിക്കിപ്പോൾ 64 വയസ്സായി. എനിക്ക് 18 വയസ്സൊക്കെ ഉള്ള സമയത്ത് എൻ്റെ ചെറുപ്പത്തിൽ മറക്കാത്ത അമ്മമാരെ ഞാൻ കാണാറുണ്ട്. എന്നിട്ട് ഇവർ മുലക്കണ്ണൊന്നും കാണാണ്ടിരിക്കാൻ ഇവർ കല്ലുമാല ഇങ്ങനെ ഇടും. ഇവർക്ക് ബ്ലൗസ് ഇടാൻ പോകുന്നില്ല എന്നിട്ടല്ല, ടംബ്രാക്കൾ ഇടാനായി കഴിഞ്ഞിട്ടാണ്. പിന്നെ നിയമമൊക്കെ മാറിയപ്പോൾ ഇവരുടെ ഒരു ഐഡൻറ്റിറ്റി അതായിപ്പോയി. പിന്നെ അവർക്ക് ബ്ലൗസൊന്നും ഇടാൻ ശീലമില്ല. പഴയ വേഷത്തിൽ തന്നെ പീടികയിലൊക്കെ വരും. വഴി നടക്കാനായിക്കില്ല. എനിക്ക് 18 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലക്കുളമുണ്ട്. അവിടെ ഒരു നമ്പൂരിച്ച് കുളിക്കാൻ പോകും 4 മണിക്ക് മുമ്പേ. ആ സൗണ്ടിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ആംബുലൻസിൻ്റെ നിലവിളി ശബ്ദമല്ല അത്. ഞാൻ വരണുണ്ട് കുളിക്കാൻ, അതില്ല വഴിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കോടാന്നാണ് ആ പറയണത്. അയിത്തം കൃത്യം ഒരു 40 കൊല്ലമായിട്ടില്ലല്ലോ. എനിക്ക് 64 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇവരൊന്നും ഇവിടുന്ന് പോയിട്ടില്ല. അപ്പോൾ ഇതൊന്നും താഴെ കടലിലുള്ള പാവപ്പെട്ട ഹിന്ദുക്കൾ ചിന്തിക്കരുത്. ഇവർക്ക് ഇപ്പോൾ വേണ്ടത് ആൾബലം. കാരണം ഹിന്ദു എല്ലാവരും ഒരുമിച്ച് നിന്നാലേ എല്ലാം നടക്കുള്ളൂ. അപ്പോൾ എന്തു ചെയ്യും? സിനിമ ആയിട്ടും ഒക്കെ ഈ എല്ലാവരും ഒരുമിച്ച് നിർത്തണം. അതിനൊരു പൊതു ശത്രുവിനെ ഉണ്ടാക്കി വെച്ചതാണ്. എൻ്റെ അറിവിലത് മുസ്ലിങ്ങളൊന്നും ഇങ്ങനെ തീവ്രവാദമൊക്കെ ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ തീവ്രവാദികൾ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളും ഉണ്ട്. ഈ 2 കൂട്ടരും സമൂഹത്തിന് അപകടം, വെരി വെരി ഡേഞ്ചർ. ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം മുസ്ലിങ്ങൾ വെറുക്കാനായിക്കോട്ടെ, ഇവിടെ നമ്മൾ ഇപ്പോൾ ഫ്രെഡി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനും കുറച്ച് വക്കീൽ കുട്ടികളും വേറൊരു കണ്ണൂരുള്ളൊരു നമ്പൂരിയാണ് ഇതിന് സ്റ്റേ വാങ്ങിയത്. പക്ഷെ അതൊക്കെ അവർ ചാടി മറികടന്ന് സിനിമ പ്രദർശിപ്പിക്കുമെന്ന് എനിക്ക് തോന്നണം, എൻ്റെ മനസ്സ് പറയണം. പക്ഷെ അവരങ്ങനെ ചെയ്തല്ലോ. ആ കുട്ടികൾക്ക് എൻ്റെ ബെസ്റ്റ് വിഷസ്. നമ്മൾ എതിർത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ കേരളം അല്ലെങ്കിൽ ഒരു കലാപഭൂമിയാകും. ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കണ അപരമത വിദ്വേഷങ്ങളും വെറുപ്പും
പുറമേ ചിരിക്കണവനും അണപ്പല്ലി കടിച്ച് പിടിച്ചുകൊണ്ടാണ് ചിരിക്കണത്. മുസ്ലിം വിരോധം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സമാധാനമൊന്നും നഷ്ടപ്പെടാൻ വലിയ കാലമൊന്നും വേണ്ടി വരില്ല. അതിന് സിനിമ ആയിട്ടും ഒക്കെ ഇവർ ക്ഷീണം പരിശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലേ ഒരു ജീവിൻ്റെ കാര്യം, സ്വന്തം ഇണ, ലോകത്തുള്ള ഏത് ജീവി സ്വന്തം ഇണേൻ്റെ അടുത്ത്, സ്വന്തം ഭാര്യേൻ്റെ അടുത്ത് മറ്റ് ജീവി വന്നാൽ ആട്ടി വിടും. പൂച്ച ആയിക്കോട്ടെ, പട്ടി ആയിക്കോട്ടെ, അതേപോലെ ആന, ലോകത്തുള്ള കോഴി, ഏത് ജീവി അതിൻ്റെ ഭാര്യേൻ്റെ അടുത്ത് ഒരാൾ വന്നാൽ, മറ്റൊരാൾ വന്നാൽ കൊത്തിയും ചവിട്ടിയും ഒക്കെ അവരെ കൊണ്ട് ആക്രമിച്ച് ഓടിക്കും. പക്ഷേ ലോകത്ത് ഒരേ ഒരു ജീവി, ആ ജീവിൻ്റെ പേര് ഞാൻ പറയില്ല, അതിൻ്റെ ഭാര്യേൻ്റെ അടുത്ത് വേറെ പുരുഷ ജീവി വന്നിട്ട് പരിപാടി കഴിഞ്ഞ് പോയാലും ഇങ്ങനെ ചിരിക്കും. ആ ജീവിൻ്റെ പോലെ തരം താഴ്ന്നു പോയി ചില ആൾക്കാർ. കാരണം ഈ കേരളത്തിലുള്ള ഈ സിനിമനെ ന്യായീകരിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് ഞാനീ പറഞ്ഞത്. നമ്മളൊക്കെ കേരളീയരിലല്ലേ, മലയാളി എന്ന് പറഞ്ഞൊരു വികാരമല്ലേ. ഇന്ത്യക്ക് പുറത്ത് രാജ്യങ്ങളിലൊക്കെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് നമ്മുടെ ഈ സ്റ്റേറ്റിനെ നാണം കെടുത്താനൊക്കെ ഒരു സിനിമ ഇറക്കുമ്പോൾ അതിനെ ന്യായീകരിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ഈ ജീവിനെ കൊണ്ട് ഉപമിക്കണം. ഞാൻ എന്താണ് നിങ്ങളൊക്കെ വിചാരിച്ചത്? ഇവിടെ എന്താ നിങ്ങൾ ഉദ്ദേശിക്കണത്? എനിക്ക് മനസ്സിലാവില്ല. ഇതിവിടെ തൽക്കാലം വേകൂല, പക്ഷെ നിങ്ങൾ വേവിച്ചെടുക്കും. കാരണം നിങ്ങൾ അത്ര പവർഫുൾ പരിപാടി, നിങ്ങൾക്ക് ഒരുപാട് ബാക്ക് സീറ്റ് ഡ്രൈവിങ്ങും മുൻകൂട്ടി ഒരുപാട് പ്ലാനും നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് വർക്കൗട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള പാവം ആൾക്കാരിത് മനസ്സിലാക്കണില്ല. മനസ്സിലാക്കണവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യും. അതാണ് ഇപ്പോൾ നടക്കണത്. ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്തയും തറവാടും ഇല്ലാത്ത ഫേക്കോളികൾ ഇതിൻ്റെ അടിയിൽ വരും. മനസ്സിലായ? പണ്ടങ്ങനെ ഒരു ഗതികേടുണ്ടായി, തന്തനെ പറയാൻ പറ്റാത്ത ഗതികേടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് ആരാണെന്ന് അറിയാഞ്ഞിട്ടാണ്. ഇപ്പോഴും അത് ഫോളോ ചെയ്യണം. പ്രൊഫൈലൊക്കെ ലോക്ക് ചെയ്ത് വെച്ച് ഫേക്കോളികൾ തെറി പറയാൻ ഇപ്പോൾ വരും. വെൽക്കം വെൽക്കം, എല്ലാവരും വാ. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇന്ന് ഫെബ്രുവരി 27 തൽക്കാലം മൂഞ്ചി, നമുക്ക് തൽക്കാലം സമാധാനിക്കാം. നമസ്കാരം.